ഐക്യജനാധിപത്യ മുന്നണി ഐക്യകണ്ഠേന തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? ഒന്ന് അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, മറ്റൊന്ന് തളിപ്പറമ്പിൽ ശ്രീ ടി കെ ഗോവിന്ദൻ, അതുപോലെ തന്നെ ശ്രീ പി കെ ശശി, അതുപോലെ തന്നെ കണ്ണൂരിൽ തന്നെ പയ്യന്നൂരിൽ. ഇങ്ങനെ ഇടതുപക്ഷത്തിൽ നിന്നും ഏതെങ്കിലും രൂപത്തിൽ അപശബ്ദം പുറപ്പെടുവിച്ച ആളുകളെ പച്ചപ്പരവതാനി വിരിച്ച് കേരളത്തിൽ ഈ ജനാധിപത്യത്തിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ ആയാറാം ഗയാറാം രാഷ്ട്രീയത്തിന് സ്തുതി പാടിക്കൊണ്ട് ഒരു പുതിയ മാതൃക തന്നെ ഐക്യജനാധിപത്യ മുന്നണി സൃഷ്ടിക്കുമ്പോഴാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ മുഴച്ചു നിൽക്കുന്ന രാഷ്ട്രീയ രംഗപ്രവേശത്തെ ഇത്രമാത്രം പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് മനോരമ ഈ ചാനലിൽ അതിന്റെ ആങ്കർ തന്നെ ഇത് പറയുന്നത് വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പി കെ ശശി എന്ന് പറയുന്നൊരു നേതാവ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ പി കെ ശശിയുടെ തീവ്രതയെ സംബന്ധിച്ചാണ് ചാനൽ ചർച്ചകളിൽ പൊതുവായി ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ചാനൽ ചർച്ചയിൽ പ്രതിനിധീകരിച്ച് സംസാരിക്കുമ്പോൾ അവരെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹ പാനലിസ്റ്റായിട്ടുള്ള ശ്രീ ജിൻഡോ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി അവരുടെ വാക് സാമർഥ്യം പല ഘട്ടങ്ങളിലും എടുത്ത് ഇടതുപക്ഷത്തെ ആക്രമിച്ചിട്ടുള്ളത്. അതിനവരൊരു പുതിയ പദം തന്നെ കേരളത്തിന് പരിചയപ്പെടുത്തി തീവ്രതയുമായി ബന്ധപ്പെട്ട്. എന്റെ ചോദ്യം സുരേഷ് കുമാറിനോടാണ്. കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട CPM പ്രതിനിധിയായിട്ട് മനോരമ ചർച്ചയിൽ സംസാരിക്കുന്ന സുരേഷ് കുമാറോട് പി കെ ശശിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട ആ ലൈംഗിക ആരോപണം ശരിയായിരുന്നോ? നിങ്ങൾ ഇപ്പൊ പറയണം, ശരിയായിരുന്നോ? ഇനി അത് ശരിയായിരുന്നെങ്കിൽ അത് പാർട്ടിയുടെ കമ്മീഷനെ വെച്ചിട്ട് തീവ്രത അളന്ന് അത് ചെറിയ പീഡനമായിരുന്നു എന്ന് രേഖപ്പെടുത്തണമായിരുന്നോ? അതിന് പകരം പോലീസിൽ പരാതി കൊടുത്ത് നിയമപ്രകാരം ഈ രാജ്യത്തിന്റെ നീതി നിർവഹണ നിയമപ്രകാരമായിട്ട് അയാളെ ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമായിരുന്നു. നിങ്ങൾ അത് ചെയ്യാതിരുന്നപ്പോൾ തീവ്രത അളന്ന് കുറഞ്ഞ തീവ്രതയായിരുന്നു എന്ന് പറഞ്ഞതിന്റെ ആ അരാഷ്ട്രീയതയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഇപ്പോഴും ചോദിക്കുന്നു, പി കെ ശശി അന്ന് പീഡിപ്പിച്ചിരുന്നോ? നിങ്ങളുടെ നേതാക്കന്മാർ ഇന്ന് പറയുന്നതുപോലെ ആ പാർട്ടി ഓഫീസുകൾ അശ്ലീല കേന്ദ്രങ്ങളാക്കി മാറ്റിയിരുന്നോ? വനിതകൾക്ക് കയറി വരാൻ പറ്റാത്ത സാഹചര്യം നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നോ? പി കെ ശശി നിങ്ങളുടെ വനിതാ സഖാക്കന്മാരെ പീഡിപ്പിച്ചിരുന്നോ? എങ്കിൽ ഇപ്പോൾ പറയൂ, ഇപ്പോഴെങ്കിലും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ ഒരു കേസ് കൊടുക്കൂ, പരാതി കൊടുക്കൂ, നിയമ നടപടി സ്വീകരിക്കൂ. എന്നിട്ട് നമുക്ക് പി കെ ശശിയുടെ മൊറാലിറ്റിയെ കുറിച്ച് ചർച്ച. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു.